നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ, രത്ന, വാസ്തു, ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ തത്സമയം വിളിക്കുക. ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. ശ്രീകാന്ത് പറയൂ. എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 23/12/1987. സമയം, സ്ഥലം? 3:58 AM. 87. 23/12/1987. 3:58 AM. ജനിച്ച സ്ഥലം? എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. 3:58 AM, കോട്ടയം. 23/12/1987. 3:58 AM, കോട്ടയം. ഉത്തരാടമാണ്. ജോലി സംബന്ധമായ കാര്യമാണോ? ഇപ്പം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം ജോലി കിട്ടാൻ പറ്റിയ സമയമാണ്. വ്യാഴം അനുകൂലമാണ്. ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. ശനി പോലും ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. ജനിച്ചപ്പോൾ തന്നെ വ്യാഴം അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്, സ്വന്തം ക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ജൂലൈക്ക് മുമ്പേയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കാര്യമായിട്ടൊന്ന് ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഈ 7ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ഈ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ചൊവ്വയുടെ ദൃഷ്ടി 7ാം ഭാവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 7ാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അനവധി ആലോചനകൾക്ക് ശേഷം മാത്രമേ നല്ലൊരു വിവാഹബന്ധം കിട്ടുകയുള്ളൂ. കാരണം ഇത് ലഗ്നത്തിൽ ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈറ്റ് ചൊവ്വാദോഷമാണ്. അപ്പം മറ്റ് പെൺകുട്ടിയുടെ ജാതകത്തിൽ 2ലോ 4ലോ 7ലോ 8ലോ 12ലോ ചൊവ്വ നിൽക്കുന്ന ഒരു ജാതകം മാത്രമേ ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് താമസങ്ങൾ വരുന്ന, ഒത്തിരി ആലോചനകൾ വേണ്ടി വരുന്ന ഒരു ജാതകമാണ്. എന്താ ഉണ്ട്, ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി 7ാം ഭാവത്തിൽ വരും, വിവാഹഭാവത്തിൽ വരും. എന്താ പെൺകുട്ടികളുടെ, അതാ ഞാൻ പറഞ്ഞു, പെൺകുട്ടിയുടെ ജാതകത്തിൽ 2ലോ 4ലോ 7ലോ 8ലോ 12ലോ ചൊവ്വ നിൽക്കുന്ന ഒരു ജാതകം വേണം ചേർക്കാൻ. അപ്പം എന്താ ഇതിപ്പം 7ാം ഭാവം വരുന്നത് നോർത്ത് ഈസ്റ്റായിട്ടാണ്. ജനിച്ച സ്ഥലത്തിൻ്റെ നോർത്ത് ഈസ്റ്റായിട്ടുള്ള ഭാഗത്തു നിന്നായിരിക്കും പെൺകുട്ടി വരിക. അല്ലെങ്കിൽ ഭാവിയൊക്കെ വളരെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ദുബൈയില് ഇവിടെ തന്നെയായിരിക്കും ജോലി കണ്ടിന്യൂ ചെയ്യുന്നത്. അതെ, ഈ വിദേശ ബന്ധം, എനിക്ക് ദുബായ് എന്ന് പറയാൻ പറ്റില്ല. വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായ സ്ഥാനത്താണ്. അതുകൊണ്ട് വിദേശത്ത് ജോലിക്ക് കണ്ടിന്യൂ ചെയ്യാൻ, അതിപ്പം ദുബായ് ആകാം, അബുദാബി ആകാം, ഖത്തറാകാം, ബഹ്റിനാകാം. ഇപ്പോൾ വിദേശത്ത് ഏറ്റവും നല്ലതാണ് ഇതിനകത്ത്. വിദേശം കൊണ്ട് നേട്ടങ്ങളുണ്ടാണ്. യോഗമല്ല, ഗ്രഹനില നല്ലതാണ്. ഇത്തരം ശ്രീകാന്തിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയും. എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, പറഞ്ഞോളൂ. ജൂൺ 30, 1973 രാത്രി 12:30 1973 ജൂൺ 30, 1973 12:30. അപ്പൊ 31 അല്ലെങ്കിൽ 1-ാം തീയതി രാത്രിയാണ്.
1-ാം തീയതിയാണ് വരുന്നത്. തിരുവാതിരയാണ് നക്ഷത്രം. രാത്രി എത്ര 1 ജൂൺ മാറില്ല, അപ്പോഴ് ജൂലൈ ആവില്ലേ? 1 ജൂലൈ ആണ്. എത്ര സമയം പറഞ്ഞു? സമയം 12:30 AM. ജൂലൈ 1 ആവും അപ്പോൾ. ജൂലൈ 1 നക്ഷത്രം തിരുവാതിര. എന്താണ് അറിയണ്ടേ? ഇപ്പം ഇവിടെ ജോലി ചെയ്യാണ്. അപ്പൊ ജോലിയുടെ കാര്യവും പിന്നെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന് നല്ല സമയമാണോ എന്ന് അറിയാൻ വേണ്ടിട്ട്. ഇപ്പം ഈ ജൂലൈ 15 മുമ്പേ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ജൂലൈ 15 വരെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ്. ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വ്യാഴം എങ്ങനെ നിൽക്കുന്നു എന്നുകൂടെ നോക്കണം. പിന്നെ ശനി ഇപ്പം നിങ്ങൾക്ക് കണ്ടശനിയോ 7 ശനിയോ അഷ്ടമത്തി ശനിയോ അങ്ങനത്തെ ശനിയുടെ ദോഷമുണ്ട്. അതൊക്കെ കഴിഞ്ഞു. അതൊന്നും ഇല്ലാത്ത സമയമെന്നാണ് പറഞ്ഞത്. അതുപോലെ വ്യാഴവും അനുകൂലമാണ്. അപ്പോൾ ഇപ്പം ഈ 15/7/2015 ശേഷം ഒരു ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അതെ. ഇപ്പോൾ ശനിയുടെ ദോഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതല്ല, സൂര്യൻ ബലവാൻ ആണ്. ശശിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. നമസ്കാരം. ബിന്ദു എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശരി, പറയൂ. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. 1997 ഏപ്രിൽ 4 ഫ്രൈഡേ, സമയം 7:30 വൈകിട്ട്. ജനിച്ച സ്ഥലം? പത്തനംതിട്ട. സമയം എത്ര? 7:30 രാത്രി. 1977 ഏപ്രിൽ 4 7:30 PM. ചതയമാണോ? എന്താണ് അറിയേണ്ടത്? ഓക്കെ. ഇതിനകത്ത് ഏതായാലും ഭാഗ്യവശാൽ ബുധൻ നിൽക്കുന്നത് നല്ല സ്ഥാനത്താണ്. 90% ജാതകത്തിലും ബുധനും സൂര്യനും ഒന്നിച്ചായിരിക്കും. അപ്പം സൂര്യൻ്റെ അത്യുജ്വലമായ പ്രകാശം കൊണ്ട് ബുധന് മങ്ങൽ സംഭവിക്കാറുണ്ട്. ഇതിനകത്ത് നല്ല ഉന്നതമായ വിദ്യാഭ്യാസം ഉണ്ടാകുന്ന ജാതകമാണ്. അപ്പം വിദ്യയുടെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം കണ്ടകശനിയുണ്ട്. ഇപ്പം അതായത് സെപ്റ്റംബർ 2017 വരെ കണ്ടകശനിയാണ്. 2017 സെപ്റ്റംബർ വരെ കണ്ടകശനി എന്ന് പറഞ്ഞൊരു ചീത്ത സമയമാണ്. ശനിയുടെ ദോഷം. ആ സമയത്ത് ചെറിയ ചെറിയ അലസത മടിയൊക്കെ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാവിയിൽ നല്ലപോലെ പഠിക്കുന്നതാണ്. ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും നല്ല സ്ഥാനത്ത് 90% ബലത്തിൽ നിൽക്കുന്നു. ശുക്രൻ 100% ബലത്തിൽ നിൽക്കുന്നു. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. കണ്ടകശനി ഉള്ളതുകൊണ്ട് അത് മാറിക്കോളും. ഇതിനകത്ത് ഈ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനാണ്. ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂം, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, TV, റേഡിയോ, സിനിമ ഇതുപോലത്തെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തുവാകാം. ഇപ്പം ഞാൻ പെർഫ്യൂംസ് എന്ന് പറയുകയാണെങ്കിൽ പെർഫ്യൂമിൻ്റെ ടെക്നോളജി പഠിക്കാമെന്നാണ് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ ഈ പെർഫ്യൂം എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. പെർഫ്യൂം ബിസിനസ് ഒരു കടയിടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ടെക്നോളജി പഠിക്കാൻ ഒക്കെ ഏറ്റവും നന്നായിരിക്കും. ടെക്സ്റ്റൈൽ ടെക്നോളജി പഠിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ഇതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഉന്നതമായ ഈ പറഞ്ഞ സബ്ജക്റ്റിൽ ഉന്നതമായ ഇപ്പം കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഏറ്റവും അനുകൂലമായിരിക്കും. എന്താ ചാർട്ടേഡ് അക്കൗണ്ടൻസിയോ?
ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇതിനകത്ത് അനുകൂലം തന്നെയാണ്. കാരണം ബുധൻ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ്, ഇത് അക്കൗണ്ടൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ബുധൻ തനിയെ നിൽക്കുന്നതുകൊണ്ട് അതും ഏറ്റവും അനുകൂലമാണ്. ഓക്കെ സാർ. ഓക്കെ താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, വെൽക്കം. ഇതിന് ബിന്ദുവിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. സുരേഷ്, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബൈയിലാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ സുരേഷ്. എന്റെ ജനനം 1966 ജൂൺ 13 രേവതി നക്ഷത്രമാണ്. പക്ഷെ സമയം വ്യക്തമായിട്ട് അറിയില്ല. ജനിച്ച സ്ഥലം 1900 കണ്ണൂർ. 1966 ജൂൺ 13. അതെ. രാവിലെ, രാത്രി, പകൽ അറിയാമോ? രാത്രിയാണ്. രാത്രി ഒരു 2 മണിക്ക് ശേഷമാണെന്ന് അമ്മ പറയുന്നത് കേട്ടു. അപ്പോൾ 14-ാം തീയതി ആവാം. നക്ഷത്രം രേവതിയാണെന്നുള്ള കാര്യം കൺഫേം ആണ്. പക്ഷെ സമയത്തിനൊരു അത് വ്യക്തതയില്ല. ഏതാണ് നക്ഷത്രം? രേവതി. രേവതി, അതെ രേവതിയാണ്. ഇതൊരു നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. രേവതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം വ്യാഴം അനുകൂലമാണ്, ശനിയുടെ ദോഷങ്ങളൊന്നുമില്ല. ഈ ഗ്രഹനിലയിൽ തന്നെ ഗജകേസരി യോഗമുണ്ട്. അതിന് സമയമൊന്നും ഇല്ലെങ്കിൽ പോലും അന്നത്തെ ദിവസത്തെ ഗ്രഹനില അനുസരിച്ച് നല്ല ഒരു ജാതകം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗജകേസരി യോഗം ഉണ്ടായിരിക്കുക, ബുധൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുക, ഇതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അപ്പം ഗജകേസരി യോഗമുള്ള ആൾ 1000 പൂർണ്ണയത്തിനെ കാണത്തക്ക കാലത്തോളം എല്ലാവിധ സൗഭാഗ്യത്തോടും കൂടി രാജതുല്യം ജീവിക്കണമെന്നാണ്. അപ്പോൾ ദീർഘായുർ യോഗമാണ്, രാജയോഗമാണ്. അതുപോലെ സൂര്യൻ ഇതിനകത്ത് ഇടവമാസത്തിലാണ് ജനിച്ചത്. അപ്പം സൂര്യന് 90% ബലമുണ്ട്. ജീവിതത്തിൽ അത് ഏറ്റവും അനുകൂലമായ ഘടകമാണ്. കാരണം സുപ്രീം ഫോൾ പ്ലാനറ്റ് എന്ന് പറയുന്ന സൂര്യനാണ്. സൂര്യന് ബലം ഉണ്ടായിരിക്കുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ സൂര്യന് കഴിയും. അതുകൊണ്ട് ഏതായാലും ഭാവിയൊക്കെ വളരെ ശോഭനമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങേണ്ട ഒരു ഇതിലാണുള്ളത്. അപ്പോൾ അത് എന്താണ്, അതിനെപ്പറ്റി എന്താണ് അറിയാമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ 15/7/2015 മുമ്പേ തുടങ്ങുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴം മോശമാകും. ശരി. പിന്നെ ഏത് രത്നമാണ് എനിക്ക് ധരിക്കാൻ പറ്റുന്നത്? യെല്ലോ സഫയർ. നിങ്ങളുടെ ബർത്ത് സ്റ്റോൺ എന്ന് പറയുന്നത് യെല്ലോ സഫയറാണ്. അത് 3 തൊട്ട് 4 വരെ കാരറ്റ്, വലത്തെ കയ്യിലെ ചൂണ്ടുവരലിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. സുരേഷിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ഹലോ, പേര് പറയൂ. പാർവതി, പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത്? ശരി, പറയൂ. പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. മാർച്ച് 28 6:10 AM. 6:10 AM. എന്താണ് അറിയേണ്ടത്? എവിടെ ജനിച്ചേ? കണ്ണൂർ. അവിട്ടമാണോ നക്ഷത്രം? എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. ഇപ്പോഴത്തെ എങ്ങനെയുണ്ട്, പിന്നെ ഫ്യൂച്ചർ എങ്ങനെയുണ്ട്? കാരണം കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കണ്ണിന് ചെറിയ സുഖമില്ല. പിന്നെ ഇപ്പം ഇതിനകത്ത് കണ്ണിന് സുഖമില്ലാത്ത അത് മാറാൻ സാധ്യതയുള്ളതാണ്. ഒന്നാമത് ഇപ്പോൾ കണ്ടകശനി നടക്കുകയാണ്. അപ്പോൾ കണ്ടകശനി സെപ്റ്റംബർ 2017 വരെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ ചില്ലറ അസുഖങ്ങളൊക്കെ വരിക, വിദ്യാഭ്യാസത്തിലൊക്കെ തടസ്സവും താമസവും വരിക, അല്ലെങ്കിൽ മടി അലസതയൊക്കെ ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. അപ്പോൾ ശനി നിൽക്കുന്നതും നല്ല സ്ഥാനത്തല്ല. സ്വന്തം ക്ഷേത്രത്തിലാണെങ്കിലും അത് 12ാം വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നന്നായിരിക്കും. കാരണം ഭാവി ഏതായാലും നല്ലതാണ്. തുടർ പഠനത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ പരിഹാരം ചെയ്താൽ മാത്രം മതി. ഭാവിയിൽ വലിയ അസുഖങ്ങൾ ഇതൊക്കെ മാറുന്നതാണ്.
ഇതിനകത്ത് ഗജകേസരി യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. അപ്പം അത് ചന്ദ്രനും വ്യാഴം അപ്പൊ ജനിച്ചപ്പോ മുതലേ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു. പറഞ്ഞ ഭാവിയിൽ അത് മാറാനുള്ള സാധ്യത ഇതിനകത്തുണ്ട്. യോഗങ്ങളുടെ ഫലങ്ങളെല്ലാം ചെറുപ്പത്തിലേ ലഭിക്കത്തില്ല. നമ്മളൊരു 42 വയസ്സിന് ശേഷം മാത്രമേ എല്ലാവരുടെ ജീവിതത്തിലും യോഗങ്ങളുടെ ഫലമുള്ളൂ. വ്യാഴം വൈദ്യനാഥൻ എന്നാണ് പറയപ്പെടുക. അപ്പം വ്യാഴം അനുകൂലമായി ഗജകേസരി യോഗത്തോടുകൂടി നിൽക്കുന്നതുകൊണ്ട് ഈ രോഗങ്ങളൊക്കെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ട് ഇപ്പം മരതകം ധരിച്ചാൽ മതി. 1 തൊട്ട് 2 വരെ ക്യാരറ്റ് മരതകം വെള്ളി ലോക്കറ്റ് ധരിക്കുക. എന്തായാലും പാർവതിക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. സോറി. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. ദിവ്യ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ദിവ്യ പറഞ്ഞോളൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ജൂൺ 9, 1982. സമയം, സ്ഥലം? സമയം രാവിലെ 4:45, സ്ഥലം തിരുവല്ല. 4:45 അല്ലേ? 4:45. ജൂൺ 9, 1982, 4:45, തിരുവല്ല. എന്താണ് ദിവ്യ അറിയേണ്ടത്? പറഞ്ഞോളൂ. ജോലിയുടെ കാര്യവും ജോലിക്ക് ഇപ്പൊ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ കോഴ്സ് ചെയ്യണമെന്നുണ്ട്. ഏതാ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് അറിയണമായിരുന്നു. പുരാടമാണോ? അതെ. ഇപ്പം 7 ശനിയാണ്. ഇപ്പം പഠിക്കുന്ന കാര്യത്തിനൊക്കെ മടി അലസതയൊക്കെ വരും. ഇപ്പം ഇപ്പോൾ 7 ശനി തുടങ്ങിയതേ ഉള്ളൂ. അപ്പം 6 മാസം ആയതേ ഉള്ളൂ. ഇനി 7 വർഷം കൂടെ ഉണ്ട് 7 ശനി എന്ന് പറയുന്നത്. അപ്പം ശനി ചൊവ്വ എന്ന് പറഞ്ഞ നീചഗ്രഹത്തിൻ്റെ കൂടാണ് നിൽക്കുന്നത്. ഈ കാലഘട്ടം അത്ര നല്ലതല്ല. അനവധി കാര്യങ്ങളുടെ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിത ചെലവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ വ്യാഴം ഇപ്പം ഇത് അനുകൂല സ്ഥാനത്തല്ല, അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറയും. അപ്പോൾ വ്യാഴവും ശനിയും അനുകൂലമല്ലാത്തൊരു സമയത്ത് പുതിയ ഒരു കോഴ്സിനൊക്കെ ചേരുന്നത് വെറുതെ ഒരു വേസ്റ്റാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ജോലി ചെയ്തിരുന്നോ? ഇപ്പം ഏറ്റവും അനുകൂലമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അനുകൂലമാണ് അതിനകത്ത്. ഇപ്പോൾ ജോലിക്ക് ട്രൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ ശനിയുടെ ദോഷമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു നല്ല ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ പഠിത്തത്തിലൊക്കെ ഉഴപ്പ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ അലസത മടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാത്തത്. ഇതിനകത്ത് മരതകമാണ് ധരിക്കേണ്ടത്, എമറോൾഡാണ് ധരിക്കേണ്ടത്. ബുധന് ബലമില്ല. കാരണം 90% ബലത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ കൂടെ നിൽക്കുന്ന ബുധനാണ്. അപ്പം ബുധന് ബലമില്ല. 7 ശനിയാണ്. വ്യാഴം അനുകൂലമല്ല. മരതകം ധരിക്കുക. ഒരു 2 തൊട്ട് 3 വരെ ക്യാരറ്റ് മരതകം വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ദിവ്യ ഒരു വിശദമായ പരിശോധന ആവശ്യമായ ജാതകമാണ്. എന്തായാലും ബാബു നരേന്ദ്രനെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നത് ഉചിതമായിരിക്കും. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയൂ. എന്റെ പേര് ജോൺ എന്നാണ്. ജോൺ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. മോന്റെ പേര് ക്രിസ്ത്യൻ. 8/8/2005 ജനിച്ചിരിക്കുന്നത്. ഷാർജ എന്നാണ്. ശരി, പറഞ്ഞു. ടി വിയിൽ നോക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കും. 2005 8/8/2005 11:45 എവിടെ ജനിച്ച സ്ഥലം? ജനിച്ചത് തിരുവല്ല. പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രം. ഭാവി അറിയണം. ഹലോ,
പൂരം നക്ഷത്രം ഇപ്പം കണ്ടശനിയാണ്. അപ്പോൾ അത് സെപ്റ്റംബർ 2017 വരെയുണ്ട്. പഠിക്കുകയല്ലേ? ഈ പഠിത്തത്തിലൊക്കെ എപ്പോഴും ഒരു സപ്പോർട്ടില്ലെങ്കിൽ പഠിത്തത്തിലൊക്കെ അലസത, മടി, എല്ലാ കാര്യങ്ങളും നീട്ടി വയ്ക്കാനുള്ള സാധ്യത, മാർക്ക് കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല 10ാം ഭാവം കർമ്മഭാവം. ഇപ്പോൾ ആ കുട്ടിയുടെ കർമ്മം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. കർമ്മസ്ഥാനത്ത് ശനിയും സൂര്യനും 2 നീചഗ്രഹങ്ങളുടെ കൂടാണ് ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ മരതകം ധരിക്കുക, എമറോൾഡ്. കുട്ടികൾക്കെല്ലാം എപ്പോഴും മരതകമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതൊരു 1നും 2നും ഇടയ്ക്ക് കാരറ്റ്, ഒരു വെള്ളി ലോക്കറ്റ് ധരിക്കുന്ന ഏറ്റവും നന്നായിരിക്കും. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്. രുചക യോഗം എന്ന് പറഞ്ഞ യോഗമൊക്കെ ഉണ്ട്. ധാരാളം ലാൻഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ശുക്രൻ നിൽക്കുന്നത് വളരെ നല്ല സ്ഥാനത്താണ്. വളരെ ആഡംബരപൂർണമായ ജീവിതം, നല്ല ദാമ്പത്യ ജീവിതം, ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു യോഗം കൂടാണ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷെ ഞാനിപ്പോൾ താൽക്കാലികമുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ, ഈ ശനിയുടെ കാര്യം. ഇതിനകത്ത് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, മാത്തമാറ്റിക്സ്, BBA, MBA ഇതെല്ലാം നല്ലതാണ്. എന്തായാലും ജോണിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ചും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം. പേര് പറയും. നമസ്കാരം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. എന്റെ പേര് ലൂക്കോസ്, ഞാൻ അലീനാണ് വിളിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ. ടി വിയിൽ നോക്കാതെ ഫോണിൽ മാത്രം ശ്രദ്ധിക്കൂ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 2004 ഏപ്രിൽ 28 9:30 ഇന്നത്തെ ദിവസമാണ്. 9:30 രാവിലെയാണോ? രാവിലെ. 2004 ഏപ്രിൽ 28. ഇന്ന് 28 അല്ലേ? 28. സമയം രാവിലെ 9. സെയിം സമയം, ഇപ്പോഴത്തെ സമയം. രാവിലെ 9. എവിടെയാ ജനിച്ചത്? പാല. ആയില്യം നക്ഷത്രം. അതെ, ആയില്യം നക്ഷത്രം. വിദ്യാഭ്യാസത്തിന്റെ കാര്യം, ഫ്യൂച്ചറിന്റെ കാര്യം, മോനാണ്. ഏതായാലും ആദ്യം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ പറയുക. ഇതിനകത്ത് ഇപ്പോൾ ഏതായാലും അനുകൂലമായ സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കണ്ടശനി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഈ 15 ജൂലൈ മുതൽ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വരും. ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത്, ബുധൻ നിൽക്കുന്നത്, വിദ്യാകാരനായ ബുധൻ നിൽക്കുന്നത് നീചത്തിലാണ് നിൽക്കുന്നത്. നീചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പവർ ടു ഡു ഗുഡ് തിങ്സ് ആണ്. അപ്പം വിദ്യയുടെ കാര്യത്തിൽ എപ്പോഴും വളരെ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ വിദ്യയിലൊക്കെ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇപ്പം ബുധൻ്റെ രത്നം ധരിക്കുക ഒന്ന്. അതുപോലെ ബുധനാഴ്ച ഉപവാസം നടത്തുന്നതും അതുപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും നന്നായിരിക്കും. എന്താ? ബുധൻ്റെ രത്നം മരതകം, എമറോൾഡ് ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 2 തൊട്ട് 2.5 വരെ കാരറ്റ് മരതകം ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. അത് വെള്ളി ലോക്കറ്റ് ധരിക്കുന്നതാണ് നല്ലത്. മാലയുടെ കൂടെ ഇട്ടാൽ മതി. എന്തായാലും ലൂക്കോസ് വിശദമായ പരിശോധനയ്ക്ക് ആർ ബാബു നരേന്ദ്രയെ നേരിട്ട് വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നതും ഉചിതമായിരിക്കും. വിളിച്ചതിൽ വളരെയധികം നന്ദി. എന്തായാലും നമുക്കിന്ന് ഷോ വൈൻഡപ്പിൻ്റെ സമയമായിരിക്കും. ഒറ്റ കാര്യം കൂടെ, ഈ ജന്മദിനം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ശരിക്കും വരുന്ന നക്ഷത്രത്തിനെ നോക്കിയിട്ട് മാത്രമേ ആഘോഷിക്കാവുള്ളൂ. ജന്മദിനം ഇതിപ്പം ഇംഗ്ലീഷ് സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. പിറന്നാൾ എന്ന് പറഞ്ഞാൽ ആ പിറന്ന നാളിലാണ്. ഇപ്പോൾ മേടമാസം അശ്വതി നാൾ ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേടമാസം അശ്വതി നാളാണ് പിറന്ന നാൾ. അതാണ് ആഘോഷിക്കേണ്ടത്. അതാണ് ശരിക്കും ആഘോഷിക്കേണ്ടത്. പണ്ടങ്ങനെ ആഘോഷിച്ചിരുന്നത് പിറന്നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ടത്തെ കാലത്ത്. പിറന്ന നാളാണ്, പിറന്ന നാൾ, അതാണ് പിറന്നാൾ എന്ന് പറയുക.
അപ്പോൾ ഈ ബർത്ത് ഡേറ്റ് ആഘോഷിക്കുന്നത് പിറന്നാളും ആ ഡേറ്റ് ആയിരിക്കത്തില്ല വരുന്നത്, ആ നക്ഷത്രമായിരിക്കത്തില്ല വരുന്നത്. ഇത് വെസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ ആദ്യം ഒരു ഫോളോ അപ്പ് കൊണ്ടോ ഇങ്ങനെ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ പിറന്ന നാളിൽ തന്നെ ആയിരിക്കും. അതെ, അതാണ് ശരിക്കും ആഘോഷിക്കുന്നത്. അത് തന്നെ കുറേ ചടങ്ങുകളും കാര്യങ്ങളും ശാസ്ത്രീയമായി. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഓക്കെ, വിശദം പ്രേക്ഷകർക്ക് എന്തായാലും തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. വെൽക്കം. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച ശാസ്ത്രീയമായ അറിവുകൾക്കും സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നതായിരിക്കും. ഇന്ന് ലൈനിൽ കിട്ടാത്ത പ്രേക്ഷകർക്ക് SMS വഴിയും സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കാം. പിറ്റേ ദിവസം ഞങ്ങൾ ചർച്ച ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.